നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലേഖനത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആരാണ് ബന്ധു? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കാലമാണ്. ഒരാളുടെ അടിതെറ്റുമ്പോൾ മാത്രമാണ് അതുവരെ ചുറ്റും കൂടിയിരുന്നവർ ഞൊടിയിടയിൽ അപ്രത്യക്ഷരാകുന്നതും മറ്റു ചിലർ കാരുണ്യസ്പർശമായി അടുത്തു വരുന്നത് അനുഭവപ്പെടുന്നതും. കിടപ്പ് രോഗികളും ഒറ്റപ്പെട്ടവരുമായ നിരവധി പേർ ഇന്ന് നമ്മളുടെ സമൂഹത്തിലുണ്ട്. എന്താണ് അവരുടെ ജീവിതത്തിലെ ഊർജം? ചില ജീവിത സത്യങ്ങൾ പറഞ്ഞു തരികയാണ് തൃശ്ശൂരിലെ പുത്തൻപീടികയിലെ കാരുണ്യ എന്ന സംഘടന. ആ ജീവിതസത്യ കാഴ്ചകളിലേക്ക്. ഇവരുടെ പേഷ്യൻ്റായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പ്രോഗ്രാമിന് വന്നപ്പോൾ പേഷ്യൻ്റായിട്ട് വീൽ ചെയറിലാണ് വന്നത്. ഇന്നിപ്പോൾ ഞാൻ ഇവരുടെ വളണ്ടിയറായിട്ട് 2023 ജൂൺ 15 നമ്മുടെ തൃശ്ശൂർ കപ്പല് പള്ളിയുടെ അവിടെ വെച്ചിട്ട് ആക്സിഡൻ്റ് ഉണ്ടാവണത്. ആംബുലൻസ് ആയിരുന്നു ഞങ്ങളുടെ ഓട്ടോയിൽ ഇടിച്ചത്. ഹസ്ബൻഡും ഉണ്ണിയും മരിച്ചു. 3 വയസ്സായിരുന്നു മോന്. ഇത് ഒരു 3 വർഷമാറായി. ബൈക്ക് അപകടമായിരുന്നു. ആക്സിഡൻറ്റ് പറ്റി. ഹെൽമെറ്റ് ലോക്ക് ചെയ്തതിനല്ലേ ഹെൽമെറ്റ് തെറിച്ചു പോയി. തലയുടെ ബാക്കിലായിരുന്നു അടി പറ്റിയത്. സർവിക്കൽ ലെവൽ ഇഞ്ചുറി. അതിന് ശേഷം ആരയ്ക്ക് താഴെ തളർന്നു. കയ്യിനും ഗ്രിപ്പ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചിപ്പിവളക്കുഴക്കിടയിൽ ഞാൻ കണ്ടൊരു പുഷ്പവെയ്യുടെ തേരോട്ടം തേരോട്ടം തേരോട്ടം. അപകടം, രോഗങ്ങൾ, വാർദ്ധക്യം, മനുഷ്യൻ അതുവരെ അല്ലാത്ത മറ്റൊരാളായി രൂപാന്തരം പ്രാപിക്കുന്ന അവസ്ഥകൾ. അന്നുവരെ ഒപ്പമുണ്ടായിരുന്ന പലരും ഒരുമിച്ച് അണഞ്ഞുപോയി ഇരുട്ടിൽപ്പെടുന്ന അവസ്ഥ. അവിടെയാണ് കാരുണ്യ പോലുള്ള സംഘടനകൾ സമൂഹത്തിന് ഊർജ്ജമാവുന്നത്. എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയതാ 2023 ജൂൺ 15 നമ്മുടെ തൃശ്ശൂർ കപ്പല് പള്ളിയുടെ അവിടെ വെച്ചിട്ട് ആക്സിഡൻ്റ് ഉണ്ടാവണത്. ആംബുലൻസ് ആയിരുന്നു ഞങ്ങളുടെ ഓട്ടോയിൽ ഇടിച്ചത്. ഹസ്ബൻഡും ഉണ്ണിയും മരിച്ചു. 3 വയസ്സായിരുന്നു മോന്. അച്ഛനുണ്ടായിരുന്നു, എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അച്ഛനും ഞാനും രക്ഷപ്പെട്ടു. 3 മാസത്തോളം ഞാൻ ജൂബിലി ഹോസ്പിറ്റലിൽ കിടന്നു. ICUവിൽ കിടന്നു, വെൻറ്റിലേറ്ററിൽ കിടന്നു. വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ കാര്യം പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കിടപ്പ് തന്നെയായിരുന്നു. ഇന്നിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ഞാനെൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അശരണരും ആലംബഹീനരുമായിട്ടുള്ള ജനങ്ങൾക്ക് താങ്ങും തണലുമായി മാറുക എന്നുള്ളതാണ് കാരുണ്യയുടെ ഉദ്ദേശം. ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്തു വരുന്നത് പാലിയേറ്റീവ് കെയർ ആണ്. ഏകദേശം 250ഓളം വീടുകളിലെ കിടപ്പ് രോഗികൾക്ക് എല്ലാ ദിവസവും ഡോക്ടറും നഴ്സുമാരും വളണ്ടിയർമാരും പോയിട്ട് പരിചരണം നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ കാരുണ്യയുടെ ക്ലിനിക്കിൽ വരുന്ന രോഗികൾക്ക് വേണ്ട പരിചരണം നൽകുന്നുണ്ട്. അവർക്ക് മോർഫിൻ മറ്റു മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്. 24 രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. അതുകൂടാതെ പാവപ്പെട്ട രോഗികൾക്ക് അരിയും ഭക്ഷണ സാധനങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്, സഹായ ഉപകരണങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ രോഗിയായി കിടക്കുന്ന ആളുകളെ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ കഴിയുമോ അതെല്ലാം ഞങ്ങളിപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ഇത് ഇവരുടെ ഈ വർഷത്തെ രോഗീ ബന്ധു സംഗമമാണ്. പ്രായാധിക്യം മൂലവും വിവിധ രോഗങ്ങൾ ബാധിച്ചും അപകടത്തിൽപ്പെട്ട് മനസ്സും ശരീരവും തളർന്ന് പരസഹായമില്ലാതെ നടക്കാൻ പോലും പറ്റാത്തവരെ പുറം ലോകത്തേക്ക് വിളിച്ചുകൊണ്ടുവരുന്ന സംഗമം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്നൊക്കെ ഈ പരിപാടി വന്നിട്ട് ഞാൻ കരഞ്ഞ് അത്രയും ഇതായിരുന്നു. ഞാൻ പോകുമ്പോൾ എനിക്ക് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല എല്ലാവരുടെ അവസ്ഥകൾ കാണുമ്പോൾ. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഓക്കെ ആയോ അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് അവരെ ഫേസ് ചെയ്യാനും എല്ലാത്തിനും
എനിക്കൊരുപാട് ബുദ്ധിമുട്ടായിരുന്നു. മെൻ്റലി അവരെനിക്ക് അത്രയും സപ്പോർട്ട് തന്നു. ഇന്ന് എനിക്കൊരു ജോലിക്ക് പോകാനായിട്ട് പറ്റും എന്നുള്ള ലെവൽ വരെ ആക്കിയത് ഇവരുടെ സപ്പോർട്ട് തന്നെയായിരുന്നു. ഇവിടെ വന്നപ്പോൾ സത്യത്തിൽ ഞാനൊരു രോഗിയാണെന്ന് എനിക്ക് തോന്നാറില്ല. ഞാൻ വീണ് എൻ്റെ ഈ കാല് തീരെ വേദനയാണ്. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തന്നെ എനിക്ക് ഇരിക്കാനും ഒന്നും പറ്റായിരുന്നില്ല. ഇവരെ ഡേ കെയറിൽ വന്ന് അവരെ പരിചരണം, സ്നേഹം അതൊക്കെ കിട്ടിയപ്പോൾ വോക്കറിൽ നടക്കും വീട്ടിൻ്റെ ഉള്ളിലൊക്കെ. അത്യാവശ്യം വല്ലപ്പോഴൊന്ന് എന്തെങ്കിലും പണിയെടുക്കാനും എനിക്ക് പറ്റുന്നുണ്ട്. ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ പങ്കെടുക്കാൻ പലരും ആംബുലൻസിലാണ് എത്തിയത്. കാരുണ്യയുടെ വളണ്ടിയർമാരും സന്നദ്ധ പ്രവർത്തകരും ഇതിനായി ഒത്തുകൂടി. സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന സേവനത്തേക്കാൾ നമ്മുടെ സർവീസ് ഏറ്റവും ആവശ്യമുള്ളത് പ്രായമായവർക്കാണെന്നും അതായത് രോഗികൾക്കാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്. നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആവശ്യമാണല്ലോ എല്ലാവർക്കും. സ്വന്തം കാര്യം നോക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആരുമില്ല, അപ്പം വീടുകളിൽ പ്രായമായവരെ നോക്കാനോ ഒന്നും ആർക്കും സമയമില്ല. അപ്പം അതുകൊണ്ട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ശൃംഗാരചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നുവോ മനസ്സിൽ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ വളണ്ടിയർമാരാണ്. ഏകദേശം 40ഓളം ലേഡി വളണ്ടിയർമാർ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നുണ്ട്. അവരാണ് ഇതിനെ ശരിക്കും പ്രവർത്തന സജ്ജമാക്കി നിർത്തുന്നത്. വീടുകളിൽ പോകാനും രോഗികളെ കുളിപ്പിക്കാനും, അല്ലെങ്കിൽ ഈ സാധാരണ വീട്ടുകാർ പോലും അറച്ചു നിൽക്കുന്ന രീതിയിൽ ഉള്ള രോഗികളുടെ അവസ്ഥയിൽ അവരെ കുളിപ്പിക്കുകയും അവരുടെ വസ്ത്രം മാറി അവരുടെ മൂത്രത്തിലും മലത്തിലും മുങ്ങിക്കിടക്കുന്ന അവരുടെ ബെഡ് ക്ലിയർ ആക്കുകയും ചെയ്യുന്ന ഒരുപാട് വളണ്ടിയർമാരുണ്ട്. അവരുടെ ഡെഡിക്കേഷന് മുന്നിൽ നമ്മൾ ശരിക്കും സീരിയസ് നമിക്കുന്ന അവസ്ഥയാണുള്ളത്. പാട്ടും നൃത്തവും കലാപരിപാടികളുമായി വേദനകളുടെ ലോകത്ത് നിന്ന് ഒരല്പസമയത്തേക്കെങ്കിലും മാറി നിൽക്കൽ. വീടുകളിലും മക്കളൊന്നും ഇല്ല, എല്ലാവരും പുറത്താണ്. ഇപ്പോൾ പ്രായമായവരിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സ്നേഹസ്പർശം അവർക്ക് ഭയങ്കര ഒരു എൻജോയ്മെൻ്റാണ്. പിന്നെ ഡേ കെയർ ഉണ്ട്. അപ്പം ഞങ്ങൾ വളണ്ടിയേഴ്സ് എല്ലാവരും ഡേ കെയറിൽ ഇവിടെ വരും. എന്നിട്ട് പേഷ്യൻസിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഈ സ്ട്രോക്ക് വന്നിട്ട് വീണ് കിടക്കുന്ന പേഷ്യൻസിന് അവർ മ്യൂസിക് തെറാപ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരത് എൻജോയ് ചെയ്യുമ്പോൾ അവരുടെ സംസാരശേഷി നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, ഇങ്ങനെ സ്പീക്കിംഗ് എബിലിറ്റി കുറഞ്ഞവർ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് തീരെ സംസാരശേഷി ഇല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് മ്യൂസിക് തെറാപ്പി അവരെ കൊണ്ട് പാട്ട് പഠിക്കുക, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക, അങ്ങനെ സമയം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ അവരെ ബെറ്ററാക്കി കൊണ്ടുവന്ന് സ്പീച്ച് ബെറ്ററാവുക, നടത്തം മൂവ്മെൻറ്റ്സ് ബെറ്ററാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ബെറ്റർമെൻറ്റ് ഡേ കെയർ ഫെസിലിറ്റിയിൽ സംഭവിക്കുന്നുണ്ട്. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിതം തീർക്കാൻ നിയോഗിക്കപ്പെട്ട പലരും ഒത്തുചേർന്നപ്പോൾ വേദനകൾ മാറ്റിവെച്ച് രോഗി ബന്ധു സംഗമവേദി ആസ്വാദനത്തിൻ്റെ മറ്റൊരു തലമൊരുക്കി. ജനങ്ങൾക്ക് നേരിടുന്ന പ്രശ്നം അവരെ രോഗിയായി തീരുമ്പോഴോ അല്ലെങ്കിൽ അവർ ഒറ്റപ്പെടുമ്പോഴോ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ അതിൻ്റെ ആഴവും പരപ്പും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടുള്ളൊരു അവസരം പാഴാക്കരുതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനതിലേക്ക് ഇറങ്ങി വന്നത്. 10 കട്ടിലുകളും കിടക്കയും രോഗികൾക്കായി സജ്ജമാക്കിയിരുന്നു. വീൽ ചെയറുകളിലിരുന്നും ഇവർ പരിപാടികൾ ആസ്വദിച്ചു. ഓക്സിജൻ സംവിധാനങ്ങളും ഡോക്ടറും ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പലരും കിടക്കയിൽ കിടന്നുകൊണ്ടാണ് കലാപരിപാടികൾ ആസ്വദിച്ചത്. ജീവിതത്തിലെ ഇരുണ്ട കാലഘട്ടത്തെ മറക്കാൻ, മുന്നോട്ടുള്ള ജീവിതത്തിന് ഊർജ്ജം പകരാൻ ഇവരെ ഈ കൂടിച്ചേരൽ സഹായിക്കുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഫാമിലിക്ക് തന്ന ഒരു എൻ്റെ കൂടെ തന്നെയായിരുന്നു അച്ഛനുണ്ടായിരുന്നു. അച്ഛന് കുറച്ച് ഏജായ കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാനസികമായിട്ട് ആളുടെ ഉണ്ണി പോയതിൻ്റെ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു. പുറത്തേക്ക് വീട് വിട്ട് എവിടെയും പോവില്ല എന്ന് പറഞ്ഞ ആളാണ്. ഇന്ന് അവിടെ ഇരുന്നിട്ട് പാട്ട് പാടാനും എന്തിനാണെങ്കിലും അതൊക്കെ ഇവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് ഇവിടം വരെ എത്തിയത്. വിരസത മാറ്റാൻ പലരും കുടനിർമ്മാണവും ഈ കൂട്ടായ്മയുടെ ഭാഗമായി നടത്തുന്നുണ്ട്. പേഷ്യൻസിൻ്റെ വീടുകളിൽ പോയപ്പോൾ ചെറുപ്പക്കാരായ കുറേ പേരിങ്ങനെ ആക്സിഡൻറ്റ് കേസിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറിയൊക്കെ ആയിട്ട് കിടക്കുന്നവരുണ്ട്. അപ്പോൾ അവരായിരുന്നു ആ വീടിൻ്റെ വരുമാന മാർഗ്ഗമായിരുന്നത്. അപ്പോൾ അവർക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനാണെങ്കിൽ അവരെ വിട്ടിട്ട് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ വരുമാനമില്ലാത്ത ഈ സാഹചര്യത്തിൽ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ കുട നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. പേപ്പർ പെന്ന്, അങ്ങനെ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇവർ നിർമ്മിച്ച കുടകളും ഈ സംഗമത്തിൽ വിൽക്കാനായി എത്തിച്ചിരുന്നു. കാരുണ്യയുടെ 30-ലേറെ വോളണ്ടിയർമാരും ശ്രീനാരായണ കോളേജിൽ നിന്നുള്ള NSS വോളണ്ടിയർമാരും രോഗികൾക്ക് വേണ്ട പരിചരണമൊരുക്കി. രോഗികൾ തന്നെ വിളക്ക് കൊളുത്തിയാണ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്തിക്കാട്, താന്യം, ചാഴൂർ, മണലൂർ, അരിമ്പൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും സംഘാടകർ ഒരുക്കിയിരുന്നു.
പ്രത്യേകത ഒന്നാമത്തത് ആഴ്ചയിൽ ഒരു ദിവസം പാലിയേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഫിസിയോ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ സാഹചര്യം വളരെ മോശമായതുകൊണ്ട് തന്നെ മാസത്തിലൊരു തവണ ഇവരെ വക ഒരു കിറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ ആശ്വാസം, ഒരുപാട് സപ്പോർട്ട്. ഇപ്പം തന്നെ എനിക്കൊരു വീട് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, സ്ഥലം വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കൂപ്പൺ ഇറങ്ങിയിട്ടുണ്ട്, 100 രൂപയുടെ സമ്മാന കൂപ്പൺ. അപ്പോൾ അതിൽ ഒരു 20ഓളം ബുക്ക് കാരുണ്യയുടെ വളണ്ടിയേഴ്സിന് തന്നെ എടുത്തിട്ടുണ്ട്. ജീവിതത്തിലെ ചില പ്രതിസന്ധികൾക്ക് ഏറെ കടുപ്പമുണ്ടാകും. മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ദിശ തിരിച്ചുവിടാൻ ആ സമയം ഒരു ചെറു സഹായം കിട്ടിയാൽ പ്രതിസന്ധികൾ ഒന്നിൻ്റെയും അവസാനമാവില്ല.